എന്താ മോനെ, എന്ത് പറ്റി? ഫോട്ടോ ID കാർഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ എന്നാ മുനീർക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്താളി നിങ്ങള്. മോനെ അതൊക്കെ സ്റ്റാർട്ട് ആയിക്കോളും. മുനീർക്കല്ലേ അടിക്കണത്, മറക്കണ്ട. ഇതാണ് ചിഹ്നം, ക്ലാസ്. മുനീർക്ക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വരി, ഞങ്ങൾ അങ്ങോട്ട് പോവാം. അല്ല, ഇതാര്? നമ്മള് പ്രഭാരട്ടനോ? അയ്യോ, എന്തു പറ്റി കാലിന്? പട്ടിയോ എല്ലാം കടിച്ചോ? ഇലക്ഷനൊക്കെ അല്ലേ വരണത്, ഒക്കെ മാറിക്കോളൂ. നമ്മള് ചിഹ്നം മറക്കണ്ട. രോഷനി, പ്രഭാരട്ടനെ വീട്ടിലാക്കി കൊടുക്ക്. എന്നാ മറക്കണ്ട പ്രഭാരട്ടാ, പറഞ്ഞ പോലെ. ചങ്കേ ചങ്കേ നാടിനെ ചങ്കേ എംകോ മുസ്തഫ സ്ഥാനാർത്ഥി. ചങ്കേ ചങ്കേ നാടിനെ ചങ്കേ എംകോ മുസ്തഫ സ്ഥാനാർത്ഥി. ആരുല്ലേ ഇവിടെ? ആരുല്ലേ? കൂയ്. നമസ്കാരം. എന്താ കാര്യം? ഞങ്ങള് വോട്ട് വയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനാണ് ഈ നാടിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എംകോ മുസ്തഫ. ഇതാണ് നമ്മുടെ ചിഹ്നം. അപ്പോൾ മറക്കണ്ട, നിങ്ങളെ വോട്ട് നമുക്ക് തന്നെ. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത കുറേ തൊഴിലാളികളുണ്ട്. അവർക്ക് ജോലി എടുക്കാതെ തന്നെ ശമ്പളം കൊടുക്കുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതി. വികസനമാണ് മുഖ്യം. അങ്ങനെ ഒരുപാട് ജനനന്മകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചങ്കേ ചങ്കേ നാടിനെ ചങ്കേ എംകോ മുസ്തഫ സ്ഥാനാർത്ഥി. ചങ്കേ ചങ്കേ നാടിനെ ചങ്കേ എംകോ മുസ്തഫ സ്ഥാനാർത്ഥി. ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ നിരന്തരായ രോഗികൾക്ക് മരുന്നും ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് എന്നും കിറ്റൊക്കെ കൊടുക്കണമെന്നാണ് പ്ലാനിങ്ങിനുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഓരോ വോട്ടും ഞങ്ങളെ പാർട്ടിക്കാവട്ടെ. അതൊക്കെ നിങ്ങൾക്ക് ഇലക്ഷൻ ടൈമിലല്ലേ തോന്നൂ. അത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരുത്തനും ഈ വൈക്ക് തന്നെ കാണൂല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ അല്ലേ കാണാൻ കിട്ടാത്തത്. അപ്പോ നിങ്ങളെ വോട്ട് ഞമ്മക്കന്നെ. അതെ, ഗ്ലാസ് ഇല്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ കൂടിയും പറ്റൂല. പാല് കുടിക്കാൻ ഗ്ലാസ്, ചായ കുടിക്കാൻ ഗ്ലാസ്, അങ്ങനെ പല പല ആവശ്യങ്ങൾക്കും ഗ്ലാസ് ആവശ്യമാണ്. എന്തിന്? കഞ്ഞിവെള്ളം കുടിക്കാൻ പോലും ഗ്ലാസ് വേണം. പോളിംഗ് ബൂത്തിൽ ചെന്ന ഗ്ലാസ് എന്ന ചിഹ്നത്തെ മറക്കണ്ട. ചങ്കേ ചങ്കേ നാടിനെ ചങ്കേ എംകോ മുസ്തഫ സ്ഥാനാർത്ഥി. ചങ്കേ നാടിനെ ചങ്കേ എംകോ മുസ്തഫ സ്ഥാനാർത്ഥി. ഇക്ക, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയാൽ. സെൽമത്തെ, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. സെൽമത്തോ? നല്ല പരിചയമുള്ള ഒരു പേരാണല്ലോ. പഠിച്ചോനെ, ഇവളോ? നിങ്ങൾക്കെങ്ങനെ ഇവളെ അറിയാം? പണ്ട് അവള് എന്നെ തേച്ചിട്ട് പോയതാ. അപ്പൊ നിങ്ങളെ കാമുകയായിരുന്നില്ലേ? ഒന്നും പറയണ്ട, പറ്റിപ്പോയി. എന്നാ ഒഴിച്ചോളൂ ദാഹജലം. അധികം നിൽക്കണ്ട, തടി കേടാവും, പോവാം. അപ്പോൾ ഇക്ക പറഞ്ഞ പോലെ പോളിംഗ് ബൂത്തിൽ കാണാം. പോട്ടെ.
ബോളിംഗ് ബൂത്ത് ചെന്ന ക്ലാസ്സിന് ചിഹ്നത്ത്. അപ്പോൾ മറക്കണ്ട, ചിഹ്നം ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ നമ്മളൊരു സംഭവം ആക്കണം. അപ്പോൾ പറഞ്ഞ പോലെ ഇത് ഇപ്പോഴും ഷാർട്ടായിട്ടില്ല. മുന്നേറുക, അത് ഷാർട്ടായിട്ട് വന്നാൽ മതി. അല്ലെ നിങ്ങൾ അങ്ങോട്ട് വരണ്ട. ചേട്ടാ 2 കിലോമീറ്റർ ആയാലും നടക്കാൻ തുടങ്ങിയിട്ട് വീടെത്താറായോ? ഇല്ല പോലെ 2-3 കിലോമീറ്ററും കൂടെ ഉണ്ട്. 3 കിലോമീറ്ററോ ചേട്ടാ? മറക്കണ്ട, ഇതാണ് ചിഹ്നം ക്ലാസ്. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എംകോം മുസ്തഫ. വികസനമാണ് മുഖ്യം. ബോളിംഗ് ബൂത്തിൽ ചെന്ന ക്ലാസ്സിന് ചിഹ്നത്ത് മറക്കണ്ട.